أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بأن ربك أوحى لها അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് സിൽസാൽ ആയത്ത് നമ്പർ 6. അതിൻ്റെ വിശദീകരണം തുടർന്ന് മുന്നോട്ട് ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു. അതായത് അള്ളാഹു ഈ സംഭവങ്ങളെ സംബന്ധിച്ചെല്ലാം മുൻകൂട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിവ് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു. അപ്പോൾ ഇത് മാറ്റിക്ക് വയ്ക്കപ്പെടാത്തൊരു വിധിയാണ്. ഇത് സംഭവിക്കുമെന്നുള്ളത് മാറ്റിവെക്കപ്പെടാത്തൊരു വിധിയാണ് എന്ന് പറയുന്നത്. അതായത് ചില തക്ദീർ, അതായത് ചില വിധികൾ, ചില പ്രവചനങ്ങൾ മാറിപ്പോകും. പക്ഷേ ഏതെങ്കിലും ഒരു ദൈവനിയോഗിതൻ തൻ്റെ സത്യതയിലേക്ക് അടയാളമായിട്ട്, ഏതെങ്കിലും ഒരു ദൈവനിയോഗിതൻ്റെ സത്യതയിലേക്ക് അദ്ദേഹത്തിൻ്റെ അടയാളമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായും അത് പുലർന്നിരിക്കുമെന്നുള്ളതാണ്. അത് നടന്നിരിക്കും. യാതൊരു കാരണവശാലും അത് നീങ്ങിപ്പോകുന്നതല്ല എന്ന് ഹുസൂർ പറയുന്നു. ഇവിടെ പറയുന്നത് അല്ലാഹു തആല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹിയിലൂടെ ഇതിൻ്റെ അറിവ് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് നടക്കുക തന്നെ ചെയ്യും. അത് തീർച്ചയായും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിനെ ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യതയിലേക്കുള്ള ഒരു അടയാളം എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ ഒരു പ്രവചനം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യതയിലേക്കുള്ള ഒരു അടയാളം എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ ഒരു പ്രവചനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് തീർച്ചയായും പുലരുക തന്നെ ചെയ്യും എന്ന് ഹുസൂർ പറയുന്നു. ഇതിലൂടെ അള്ളാഹു പറയുന്നു, അവസാന കാലഘട്ടത്തിൽ മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ആവിർഭവിക്കുമ്പോൾ, അതായത് അത് ഹദ്റത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ രണ്ടാം നിയോഗത്തിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലായിരിക്കും ഈ പ്രവചനങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ പൂർത്തീകരിക്കപ്പെടുക. ഈ കാര്യത്തെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമും തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് പല വിധികളും മാറിപ്പോകും. അതായത് ദൈവവിധികൾ മാറിപ്പോലെ, പ്രവചനങ്ങൾ ചിലത് മാറ്റിവെക്കും. പക്ഷേ ദൈവനിയോഗിതൻ്റെ തെളിവിലേക്കായി ചെയ്യപ്പെട്ട പ്രവചനം അത് ഒരിക്കലും മാറ്റിവെക്കപ്പെടുന്നതല്ല. ഹുസൂർ പറയുകയാണ്, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇതിന് മറ്റൊരു അർത്ഥം കൂടി പറയാറുണ്ടായിരുന്നു. ഈ വഹി എന്നതിലേക്ക് മറ്റൊരു അർത്ഥം കൂടി പറയാറുണ്ടായിരുന്നു. ഇത് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അലൈഹി ഇസ്ലാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ നേരിട്ട് നല്ലവണ്ണം കേട്ടിട്ടുള്ളതാണ് അത്. അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ബി അന്ന റബ്ബക ഔഹാ ലഹ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബി അന്ന റബ്ബക ഔഹാ ഇലാ ഇമാമുസ്സമാ, അതായത് ആർക്കാണോ ഈ വഹി നൽകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അതുപോലെ ഇമാമുസ്സമാൻ, അതായത് കാലഘട്ടത്തിൻ്റെ ഇമാമും കൂടിയാണ് എന്ന്. അതായത് ഇതിൽ ആദ്യത്തെ അഭിസംബോധനൻ ഹദ്റത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. രണ്ടാമത്തെ സംബോധകൻ കാലത്തിൻ്റെ ഇമാമാണ് എന്ന്. അതായത് അതുകൊണ്ട് തന്നെ ഇതേ വഹി വീണ്ടും അദ്ദേഹത്തിനും, അതായത് അവസാന കാലത്ത് വരുന്ന ഇമാമുസ്സമാനും ഇതേ വഹി ഉണ്ടാകുന്നതാണ് എന്ന് പറയുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന് നൽകിയിട്ടുള്ള വ്യത്യസ്ത ഭൂകമ്പങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകൾ അതും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുവെന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദിവസങ്ങളിൽ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.